അഡ്വക്കേറ്റ് ടി.ജെ. ഐസക് വയനാട് DCC പ്രസിഡന്റായി. കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ് ഐസക്. ND അപ്പച്ചൻ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. ആത്മഹത്യകളും വിഭാഗീയതയും പാർട്ടിയെ പിടിച്ചുലച്ചതിന് പിന്നാലെയായിരുന്നു ND അപ്പച്ചന്റെ രാജി. ഒടുവിൽ AICC തീരുമാനം വന്നു. ടി.ജെ. ഐസക് DCC അധ്യക്ഷൻ, നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ, 13 വർഷം തുടർച്ചയായി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, KSUവിലൂടെ സംഘടനാ രംഗത്തേക്ക്, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായി, DCC ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അനുഭവസമ്പത്താണ് ഐസക്കിനെ പദവിയിലേക്ക് എത്തിച്ചത്. ഞാൻ അങ്ങനെ വലിയൊരു സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. പാർട്ടിക്കകത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു സംവിധാനമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. വയനാട് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യ മുതൽ മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങളും ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യയും വരെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് ND അപ്പച്ചന് അധ്യക്ഷസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. മാനസികമായിട്ട് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നാളെയും സ്ഥാനമല്ല എനിക്ക് പ്രശ്നം. ഈ പാർട്ടി എന്നെ പരിഗണിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, 5 രൂപ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം, എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കാം, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഐസക്കിന് മുന്നിലെ വലിയ വെല്ലുവിളി. ND അപ്പച്ചനെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണെന്നും അർഹമായ വിടവാങ്ങൽ നൽകിയില്ലെന്നും പാർട്ടിക്കകത്ത് തന്നെ ആക്ഷേപമുയരുന്നുണ്ട്. AICC അംഗമായി അപ്പച്ചന് ചുമതല നൽകിയാണ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.